ദില്ലി കർക്കർഡുമ കോടതിയിൽ വെടിവയ്പിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ മരിച്ചു. വിശദാംശങ്ങളുമായി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, എന്താണ് സംഭവിച്ചത്? ിലുള്ള കർക്കടുമ കോടതിയിലെ കോർട്ട് നമ്പർ 73-ലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വെടിവെപ്പ് നടന്നിരിക്കുന്നത്. 4 പേർ ഉൾപ്പെട്ട സംഘമാണ് വെടിവെപ്പ് നടത്തിയത് എന്നാണ് പ്രാഥമിക സൂചന. ഇതിൽ 2 പേർ ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. 2 പേർ രക്ഷപ്പെട്ടു എന്നും അറിയാൻ കഴിയുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ചെയ്യുകയും ഈ രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്യുകയാണ്. എന്താണ് ഇത്തരത്തിലുള്ള വെടിവെപ്പിനുണ്ടായ പ്രകോപനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത കൈവന്നിട്ടില്ല. കാര്യങ്ങൾ എന്താണെന്ന് പോലീസ് വിശദീകരിച്ചിട്ടുമില്ല. ഏതായാലും ഈ വെടിവെപ്പിൽ 3 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഒരു കോടതി ക്ലർക്കിന് ഉൾപ്പെടെ പരിക്കേൽക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഈ വെടിയേറ്റ ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ രാംകുമാർ എന്നു പേരുള്ള ഹെഡ് കോൺസ്റ്റബിൾ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു എന്നുള്ളതായിട്ടുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്താണ് പ്രകോപനം എന്നുള്ളതും വ്യക്തതയില്ല. എങ്കിൽ കൂടിയും നിരവധി പ്രതികൾ ഇന്ന് കേസ് നടക്കുന്ന ദിവസം ചില പ്രതികൾ കുറ്റവാളികളായിട്ടുള്ളവരെയും കൊണ്ട് പോലീസുകാർ കോടതിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ഇവരെ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമവുമാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യവും സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടില്ല. രഹസ്യാന്വേഷണ ഏജൻസിയുടെ എന്തെങ്കിലും വെർഷനോ എന്തെങ്കിലും ലഭിക്കുന്നതനുസരിച്ച് ഈ കോടതി ചേരുന്ന സമയത്തായിരുന്നോ വെടിവെയ്പ് ഉണ്ടായത്? കൂടുതൽ പേർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയുന്നുണ്ടോ പോലീസ് നൽകുന്ന പ്രാഥമിക വിലയിരുത്തൽ? പ്രജീഷ്, കോടതി നടപടികൾ പുരോഗമിക്കുന്നതിന് ഇടയിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം. 11 മണിക്കാണ് കോടതി നടപടികൾ ആരംഭിച്ചത്. അതിനിടയിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. 73-ാം കോർട്ട് നമ്പറിന്റെ തൊട്ട് പുറത്തു വെച്ചാണ് ഈ വെടിവെപ്പ് നടന്നത്. ജഡ്ജിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വെടിവെപ്പ് നടന്നത്. ഏതായാലും ഈ 2 പ്രതികളെ പിടികൂടിയത് കൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച എന്താണ് പ്രകോപനം എന്നുള്ളതിനെ സംബന്ധിച്ച് സമയത്തിനകം തന്നെ വ്യക്തത കൈവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്താണ് സംഭവത്തിന്റെ പിന്നിൽ എന്നതിനെ സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രജീഷ്, പ്രാഥമികമായി ഒരു പക്ഷേ പോലീസ് അടക്കം വിലയിരുത്തുന്നത് കേസുമായി ബന്ധപ്പെട്ടെത്തിയ കുറ്റവാളികൾ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഒരു ആക്രമണം അയച്ചുവിട്ടത് എന്നതിലേക്കാണോ അവർ പോകുന്നത്? അത്തരത്തിലുള്ള ഒരു പ്രാഥമിക നിഗമനം അനൌദ്യോഗികമായി ചില പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ദില്ലി കർക്കർഡുമ കോടതിയിൽ അജ്ഞാത സംഘം വെടിവയ്പ് നടത്തിയിരിക്കുന്നു. 4 പേർക്ക് പരിക്കേറ്റു. ഒരു പോലീസ് കോൺസ്റ്റബിൾ മരണപ്പെടുകയും ചെയ്തു.